ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. എനിക്ക് വൈഫൈ കണക്ഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് കട്ടായിപ്പോയി. അപ്പോൾ പുതിയ കണക്ഷൻ അപ്ലൈ ചെയ്തിട്ട് ഇന്നലെയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. പിന്നെ കഴിഞ്ഞ വീഡിയോസിൻ്റെ കമൻസിനൊന്നും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഞാനിനി വായിച്ചിട്ട് റിപ്ലൈ തരാം കേട്ടോ. കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് റിപ്ലൈ തരാൻ പറ്റാണ്ടാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനെ പറ്റിയൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെ ചെക്ക് ചെയ്തപ്പോഴാണ് കാണുന്നത് സബ്സ്ക്രൈബർ കൗണ്ട് 1Kക്ക് മേലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത, എൻ്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത, എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഹെയർ സ്ട്രൈറ്റനിങ് ക്രീം ഉണ്ടാക്കാൻ പോവാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെയർ ഒന്നും ഹീറ്റ് ചെയ്യണ്ട, ഒരു തരത്തിലുള്ള ഹെയർ സ്ട്രൈറ്റനിങ് ടൂൾസും നമുക്ക് ഉപയോഗിക്കേണ്ട. വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ക്രീം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് വെച്ച് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഹെയർ സ്ട്രൈറ്റനിങ് ക്രീം ഒന്നുമല്ല, അത് ഒരു ടെമ്പററി ആണ്. അതായത് ഒരു 2 ദിവസം വരെയൊക്കെ അതിൻ്റെ ഇഫക്റ്റ് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകല്ലേ. അപ്പോൾ നമുക്കിവിടെ ആദ്യം വേണ്ടത് നാളികേരപ്പാലാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാളികേരപ്പാലാണ്. ഒരു ചെറിയ നാളികേരം ഗ്രേറ്റ് ചെയ്തത് ഞാൻ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. തുണിയിൽ വേണം പിഴിഞ്ഞെടുക്കാൻ, അപ്പോൾ ഒട്ടും തരി ഉണ്ടാകില്ല. ഞാൻ അരിപ്പയിലാണ് ചെയ്തത്, അതുകൊണ്ട് ചെറിയതായിട്ട് തരികളുണ്ട്. എൻ്റെ കയ്യിൽ തുണിയില്ല, നല്ല തുണിയില്ല ഇത് പിഴിഞ്ഞെടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമത്തതെന്ന് പറയുന്നത് ലെമൺ ജ്യൂസാണ്. 2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് വരും, അതെടുത്തിട്ടുണ്ട്. പിന്നത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് 2 വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ചോളപ്പൊടി ആവശ്യമുണ്ട്. ചോളപ്പൊടി 2 വലിയ ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് എന്താണെങ്കിലും കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ ആവശ്യമുണ്ട്. 1 ടീസ്പൂണോളം കാസ്റ്റർ ഓയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ കാസ്റ്റർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അലോവേര ജെല്ലാണ്. റെഡിമെയ്ഡ് അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. അത് 2 ടേബിൾ സ്പൂണോളം ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കട്ടയൊന്നും വരാതെ നല്ല കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. ഇത് ഈ ഒരു സ്പൂണിൽ 2 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് നമുക്ക് കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് ഒട്ടും കട്ടയില്ലാതെ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഫൈനലി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു ക്രീം കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അത് ഞാൻ ഫൈനലി കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോൺഫ്ലോർ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല. കോൺഫ്ലോറിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് വരില്ല എന്നുള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊരു പാത്രം ഇത് വേവിക്കാനായിട്ട് നമ്മുടെ DIY വേവിച്ചെടുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നാളികേരപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലോർ പേസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ട വരാത്ത രീതിയിൽ നല്ല പോലെ ഇത് നമുക്ക് കുറുക്കിയെടുക്കാം. ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം കേട്ടോ. കണ്ടോ, ഫൈനലി ഇതുപോലെ ഇരിക്കും. ഇതുമാതിരി നല്ല പോലെ കട്ടിയിൽ കുറുക്കിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടി പിടിക്കാണ്ടൊക്കെ നോക്കുക.
ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്, ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ഹലോ, അപ്പോൾ അതാ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് പുറത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഒന്ന് ആ ചൂടുണ്ടല്ലോ ക്രീം ഉണ്ടാക്കുമ്പോൾ ആ ചൂടൊന്ന് പോകാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മളിത് പുറത്ത് വെച്ചോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോ ഒക്കെ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഹെയർ നല്ല പോലെ ഒന്ന് നനച്ചെടുക്കണം. വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് വെറ്റാക്കിയ ശേഷം മാത്രം ഈ ക്രീം നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ഞാൻ സ്പ്രേ ചെയ്യാൻ പോവാണ്, വാട്ടർ സ്പ്രേ ചെയ്യാൻ പോവാണ് ഹെയറിലൊക്കെ. ഒന്ന് നമുക്ക് ഹെയർ മൊത്തത്തിലൊന്ന് വെറ്റാക്കി എടുക്കണം. എന്നിട്ട് നല്ലപോലെ കോംബ് ചെയ്തിട്ട് എന്തെങ്കിലും ജടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണം. എന്നിട്ട് വേണം ഈ ക്രീം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ മുഴുവനായിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. കുറേ ഒന്നും സ്പ്രേ ചെയ്യരുത്, നമുക്ക് ജട തീർക്കാനായിട്ട് ഒന്ന് വെറ്റാക്കി എടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു കോമ്പ് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ചീകി ജടയൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. തീരെ ജട പാടില്ല, ഒട്ടും പാടില്ല. നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ തീരെ ജട പാടില്ല. അപ്പോൾ നല്ല പോലെ വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്രീം ഓരോ സ്ട്രാൻഡിലായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഓരോ സ്ട്രാൻഡ് എടുത്ത് നല്ല പോലെ എൻഡ് വരെ നല്ല മാതിരി അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒരുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാം. മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഒരു മൈൽഡ് ഷാമ്പു വെച്ച് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, മൈൽഡ് ഷാമ്പു മാത്രം ഉപയോഗിക്കാം കേട്ടോ. ഹലോ, അപ്പോൾ ഇതാ ഞാൻ ഹെയറൊക്കെ നല്ല പോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂർ എടുത്തുള്ളൂ. കാരണം എൻ്റെ എന്ന് പറയുന്നത് ഒരു വേവി ഹെയർ ആണ്. എൻ്റെ ഹെയറിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഒരു വേവി നേച്ചറാണ്. അതുകൊണ്ട് തന്നെ അധികം നേരം എടുക്കില്ല സ്ട്രെയിറ്റ് ഹെയർ ആകാനായിട്ട്. ഒരു അരമണിക്കൂർ മതി. നിങ്ങളുടെ ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും കേട്ടോ. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് അതുപോലെ ടെക്സ്ചർ അതുമാതിരിയൊക്കെ നമുക്ക് നമുക്ക് എൻഡ് റിസൾട്ട് കിട്ടാം. അപ്പം എൻ്റെ ഹെയർ കണ്ടില്ലേ, ഞാൻ തിരുന്നത് പോലെയല്ല, കണ്ടോ, നല്ല സ്ട്രെയിറ്റ് ഹെയർ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഉണങ്ങാനുണ്ട്. ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുടി ചുരുണ്ട് കയറും. അങ്ങനെയാണ് പതിവ്. അതെല്ലാവരുടെ ഹെയറും അങ്ങനെയായിരിക്കും. നോർമലി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഹെയർ ഒന്ന് ചുരുണ്ട് കയറുക ചെയ്യുക, ഒന്ന് നീട്ടം കുറയും അല്ലേ. ഹെയറിൻ്റെ വാഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒന്ന് ചുരുണ്ട് കയറിയിട്ട് പിന്നെ ഉണങ്ങുമ്പോഴാണ് ഇറങ്ങി വരുള്ളൂ. ഇതെന്ന് പറയുന്നത് കണ്ടില്ലേ, കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഇതാ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് ഹെയർ, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, നല്ല സിൽക്കി ആയിട്ടുണ്ട്, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് ഹെയർ. അപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും. അതായത് നിങ്ങൾ ഇപ്പോൾ നല്ല കേളി ഹെയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറെങ്കിലും ഇരിക്കേണ്ടി വരും. ഇപ്പോൾ എന്നെപ്പോലുള്ള വേവി ഹെയറൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ ഇരുന്നാലും മതിയാകും. പിന്നെ അപ്ലൈ ചെയ്യുന്നത് വേറൊരാളുടെ സഹായത്തോടു കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. അതായത് നമ്മുടെ ഓരോ സ്ട്രാൻഡിലും ഈ ക്രീം ഓരോ ഭാഗത്തും നല്ലപോലെ ഇവൻലി നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാനെന്ന് പറയുന്നത് ഈ പോർഷനൊന്നും അധികം അപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ തന്നെയാണ് ചെയ്തത്. ഈ പോർഷനാണ് ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്തത്. ഈ ഭാഗം കണ്ടോ, നല്ല മാതിരി സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് ഹെയർ, എനിക്ക് കാണാൻ പറ്റും. ഇതല്ല എൻ്റെ ഹെയറിൻ്റെ നേച്ചർ. എൻ്റെ ഭയങ്കര വേവി ഹെയർ ആണ്. ഇന്ന് പറഞ്ഞത് ഇപ്പോൾ നല്ല മാതിരി സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അപ്ലൈ ചെയ്ത ഏരിയകളൊക്കെ നല്ല പോലെ കണ്ട സ്ട്രെയിറ്റ് ഹെയർ ആയി മാറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.